ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമുക്ക് +2 ബിസിനസ് സ്റ്റഡീസിലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ഓരോ പാഠങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സിൻ്റെ വീഡിയോ ആണിത്. അതായത് ഓരോ പാഠവും നിങ്ങൾ ഇത്രത്തോളം പഠിച്ചാൽ മതി, അത്ര മതി നമുക്ക് ക്രിസ്മസ് എക്സാമിന്. അതായത് ഒരുപാട് വായിച്ച് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല ടോപ്പിക്കുകൾ കാണാം. ഇമ്പോർട്ടൻറ്റ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, ടൈപ്സ്, സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമുക്കൊരു 8-10 പോയിന്റുകളുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. അതിന് മുന്നേ ഒരു ബിസിനസ് സ്റ്റഡീസിന് പറ്റിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താല്ലേ, നമുക്ക് ബിസിനസ് സ്റ്റഡീസ് കംപ്ലീറ്റ്ലി തിയറി ക്വസ്റ്റ്യനാണ് വരിക. കംപ്ലീറ്റ്ലി തിയറി സബ്ജക്റ്റാണ്. നമുക്ക് എക്കണോമിക്സ് ആയിക്കോട്ടെ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് എങ്ങനെയും ചില രീതിയിൽ പ്രോബ്ലംസും കുറേ ടെക്നിക്സൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് എങ്ങനെയും പണ്ടത്തെ സോഷ്യൽ സയൻസ് ഒക്കെ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെയും മെയിൻ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, മെയിൻ ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ് പോലെ, അത് നിങ്ങൾ പാഠം പഠിക്കുക. അതാണ് പിന്നീട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ ഇപ്പം എന്താണ് ഇപ്പം ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ ടോപ്പിക് ഉണ്ടല്ലോ, അത് പഠിക്കാം. അതായത് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതിന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ആ ഒരു ലൈൻ തന്നെ നിങ്ങൾക്ക് വലുതാക്കി നീട്ടി വലിച്ചൊരു 3 സെൻറ്റൻസ് ഒക്കെ ആക്കിയിട്ട് എഴുതാലോ. അതായത് ഇറ്റ് ഈസ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഒന്നാമത്തെ ടോപ്പിക്കായി, അതിലെഴുതേണ്ട ഒന്നാമത്തെ ലൈനായി. പിന്നെ ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കംപ്ലീറ്റ് ഗോൾസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ആ ഒരു സെൻറ്റൻസിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിൽ വലുതാക്കാം. പ്രസൻറ്റേഷൻ നന്നായാലാണ് നമുക്ക് മാർക്ക് കിട്ടുക. നല്ല രീതിയിൽ മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇത് മതി. അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഊതി വീർപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു സെൻറ്റൻസിനെ ഉണ്ടാക്കി വലിച്ച് നീട്ടി ഊതി വീർപ്പിക്കുക, അതുതന്നെയാണ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ആ ഊതി വീർപ്പിക്കുന്ന ആ ഒരു ടോപ്പിക്ക് അതിൻ്റെ എക്സാക്ട് സെൻറ്റൻസ് തന്നെ ആവണം. അപ്പോൾ നിങ്ങൾ ഏതാണ് കാണാപ്പാഠം പഠിക്കേണ്ടത്? ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ്ങുകൾ മാത്രം, പോയിന്റ്സുകൾ മാത്രം. പോയിന്റ്സുകൾ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക. എക്സാമിന് പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ നിങ്ങളത് വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. എന്ന് വെച്ച് ഒരു പോയിന്റും തന്നെ പിടിച്ചിരിക്കാനും പാടില്ല. ഒരു 2-3 സെൻറ്റൻസ് ധാരാളമാണ്. 5 മാർക്കിനായാലും 8 മാർക്കിനായാലും. ഇപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 8 പോയിന്റ് പഠിച്ചിരിക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ ക്രിസ്മസ് എക്സാം 2024 നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, ഓരോ പാഠത്തിൽ നിന്നുള്ള ടോപ്പിക്കുകൾ നോക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ അല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിനെ കുറിച്ചിട്ടും ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. മിസ് നിങ്ങളുടെ ചാനലിൽ ഇമ്പോർട്ടൻസ് അത് മാത്രമേ പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. അവരോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ബാച്ചും വിത്ത് +1, അതേപോലെ തന്നെ ക്രാഷ് ബാച്ച് ഫോർ +2 രണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ഡിസംബറിന് ശേഷം. +1 ഇമ്പ്രൂവ്മെൻറ്റിന് ഒരു 1 മന്ത് ബാച്ചും +2 ക്രാഷ് ഒരു 1 മന്ത് ബാച്ചും. ആ 2 ബാച്ചും കൂടി നമുക്ക് ഓൺലൈൻ ക്ലാസ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമുക്കുള്ളത് 9 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. അതായത് 1ാം പാഠം മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെയാണ് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ്. അപ്പോൾ അത്യാവശ്യം നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പാഠങ്ങൾ എന്ന് പറയുന്നത് 6, 7, 8, 9 ഈ ചാപ്റ്റേഴ്സാണ് നന്നായിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മിസ് ബാക്കിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. 9ാം പാഠം ആദ്യം എടുക്കുക. 9ാം പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ 9ാം പാഠത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു പൊട്ട പാഠമാണ്. അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചെടുക്കാനും പറ്റില്ല, പെട്ടെന്ന് അങ്ങോട്ട് മൈൻഡിൽ കയറുകയും ചെയ്യില്ല. മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. കാരണം ഈ പാഠത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്ന് പറഞ്ഞ കണ്ടന്റാണ്. അതായത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ സെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നിങ്ങൾ ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഫാക്ടേഴ്സാണ് പഠിക്കാറ്. എന്നാൽ ഇതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാ ഉണ്ട്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സ് പഠിച്ച് വരുമ്പോഴേക്കും മറ്റേത് മറക്കും. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ഈ ഒരു പാഠത്തിൽ മിസ് പറഞ്ഞ ഈ ഒരു 4 ടോപ്പിക്ക് മാത്രം പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസ് ആണിത്. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് 3 ഡിസിഷൻസ് ഓഫ് ഫൈനാൻസ് മാനേജർ, 3 ഡിസിഷൻസ് അണ്ടർ ഫൈനാൻസ് മാനേജർ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇപ്പോൾ പാഠത്തിന്റെ ചാപ്റ്റർ നെയിം മിസ് ചാപ്റ്റർ 9 എന്നൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഈ പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് ടോപ്പിക് ദ 3 ഫിനാൻസ് ഡിസിഷൻസ് ഓഫ് എ ഫിനാൻസ് മാനേജർ. ഒരു ഫൈനാൻസ് മാനേജർ എടുക്കേണ്ട 3 ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിവിഡൻഡ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് 3 ഡിസിഷൻസ് ഓഫ് മാനേജർ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പല രീതിയിലൊരു ഫൈനാൻസ് മാനേജർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കും, അയാൾക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാം എന്നൊക്കെ ഉള്ളതാണ് അതിൽ നമ്മൾ മെയിനായിട്ട് പറയാനായിട്ട് പോകുന്നത്. 3 ടോപ്പിക്കുകൾ. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറ് 3 മാർക്കിനാണ് കേട്ടോ. 3 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണത്. പിന്നീട് നമുക്ക് അടുത്തതിൽ പഠിക്കാനുള്ളത് വാട്ട് യു മീൻ ബൈ എ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. 5 മാർക്ക് ഷോർട്ട് എസ്സേ ടൈപ്പിൽ ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ് ഓഫ് ഫിനാൻസ്, അതായത് കുറച്ച് ഡിബഞ്ചർ യൂസ് ചെയ്യുക, കുറച്ച് ഷെയർസ് യൂസ് ചെയ്യുക, കുറച്ച് ലോണുകൾ യൂസ് ചെയ്യുക, അങ്ങനെ എങ്ങനെ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ എടുക്കാം. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം. അതായത് കോസ്റ്റ് ഓഫ് ഫൈനാൻസ് നോക്കണം, കൺട്രോൾ ഉണ്ടോ നോക്കണം, അതുപോലെ ഡിവിഡൻഡ് എത്രത്തോളം കൊടുക്കണം നോക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയാലാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് എഫക്റ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. 8 മാർക്കിന് നമുക്ക് ഓർ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിലും നമുക്ക് 8 മാർക്കിൻ്റെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് അപ്പുറത്ത് വേറെ പാഠങ്ങളിലേക്ക് എടുക്കുന്നുണ്ട്. അത് പഠിച്ചാലും മതി. എങ്കിലും നമ്മൾ ആ ഷോർട്ടസ്റ്റിലേക്ക് പോയാലും ഇത് കിട്ടണം, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സ്. പിന്നീട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്, അതുപോലെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇതൊക്കെ നിങ്ങൾ ഈ പാഠത്തിന് 2 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ പാഠത്തിന് 4 ക്വസ്റ്റ്യൻസ് പഠിക്കാം. അതായത് ഫാക്ടേഴ്സ് ആണ് മെയിനായിട്ട് ചോദിക്കുക. അപ്പോൾ ഈ ഫാക്ടേഴ്സ് തന്നെ നിങ്ങൾക്ക് എഴുതി ചോദിച്ചാലും അതിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത പാഠത്തിലേക്ക് കടക്കാം. 8ാം പാഠം നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് കൺട്രോളിംഗ് ആണ് പാഠത്തിൻ്റെ പേര്. കൺട്രോളിംഗ് അത്യാവശ്യം നല്ല എന്താ പറയുക വെയിറ്റേജൊക്കെ ഉള്ള പാഠമൊക്കെ തന്നെയാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ പാഠം. ഈ പാഠത്തിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ആദ്യം കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ്. 5 പ്രോസസ്സാണുള്ളത്. അതായത് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്, കമ്പയറിങ് വിത്ത് സ്റ്റാൻഡേർഡ്, അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ തുടങ്ങി ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, ഡീവിയേഷൻസ് ഉണ്ടോ നോക്കുന്നു, അതിനുശേഷം ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ആ ഒരു കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് പ്രോസസ്സ് എന്നൊക്കെ ചോദിച്ചാൽ സെയിം ആണ്. നമുക്കതൊക്കെ ഒരു 4 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. 4 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നൊക്കെ ചോദിക്കാം. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഠത്തിൽ 2 മാർക്ക് നമുക്ക് ലാസ്റ്റിലാണ് കാണാം. അതായത് ടെക്നിക്സിൻ്റെ ഒക്കെ ലാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ മാനേജേഴ്സ് സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അൺവാണ്ടഡ് ആയ ചെറിയ ഡീവിയേഷൻസ് ഒക്കെ നമുക്ക് തള്ളിക്കളയാം. അതാണ് ഓൺലി മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതർവൈസ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊരു 2 മാർക്കിന് നമ്മളത് അറിഞ്ഞിരിക്കണം. മീനിങ് അറിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി എഴുതിയാലും കുഴപ്പമില്ല. പിന്നീടാണ് അടുത്തൊരു ടോപ്പിക്ക് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കും നമ്മളോട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ഒന്ന് വരച്ച് വെച്ചിട്ട് നടുവിലൊരു ആക്ഷൻ എന്ന് പറഞ്ഞ സംഭവം എടുക്കുക. അതായത് പ്ലാനിങ് നടന്നാൽ മാത്രമേ നമുക്കവിടെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കൺട്രോളിങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും നമ്മുടെ പ്ലാനിങ്ങിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും 2 സൈഡ് ഓഫ് എ സെയിം കോയിൻ എന്നാണ് പറയുന്നത്. ഒരു കോയിൻ്റെ 2 സൈഡാണ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രം കൺട്രോളിങ് നടക്കുള്ളൂ. രണ്ടും ഇൻസെപ്പറബിൾ ആണ്, ആവശ്യമാണ്. അവ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഒരു എൻഡും അതുപോലെ തന്നെ ഒരു തുടക്കമാണ് ഇത് രണ്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പാരഗ്രാഫ് അവിടെ പഠിച്ചിരിക്കണം. ഇതുപോലെ 2 മാർക്ക് 3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. അടുത്ത പാഠം എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 7 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പാഠം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 8 മാർക്കിനും 6 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുള്ളൊരു പാഠമാണ്.
അപ്പോൾ ഒന്നും പറ്റില്ലെങ്കിൽ ഈ 7ാം പാഠം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ജയിക്കാനുള്ളത് കിട്ടും. നല്ല പോലെ പഠിക്കണം എന്ന് മാത്രം. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്ക് 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് 4 എലമെൻറ്റ്സ്. അതെന്താണെന്ന് 2-3 സെൻറ്റൻസിൽ എഴുതി വയ്ക്കാം. ദെൻ റോൾ ഓഫ് എ സൂപ്പർവൈസർ 4 മാർക്കിന്. ഒരു സൂപ്പർവൈസറുടെ റോൾ എന്തൊക്കെയാണ്? ഡേ ടു ഡേ വർക്ക് പ്ലാൻ ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, ഓവർസീയിങ് സബോർഡിനേറ്റ് വർക്ക് ചെയ്യണ്ടോ നോക്കുന്നു, അതിൻ്റെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള ഗൈഡൻസ് കൊടുക്കുന്നു, അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയ എല്ലാ റോളും ഒരു സൂപ്പർവൈസർക്ക് ഉണ്ട്. പിന്നീട് മാസ്ലോസ് നീഡ് ഹൈറാർക്കി, അതായത് നമ്മളൊരു പിരമിഡ് പോലൊക്കെ വരച്ച് ഒരു 5 നീഡ് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് ബേസിക് ആയ നീഡിൽ നിന്നാണ് മേലെയുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തുന്നത്. അപ്പോൾ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി 5 തരം ബേസിക് നീഡുകൾ തൊട്ടിട്ടുള്ള 5 നീഡുകൾ പഠിക്കണം. അത് നിങ്ങളിങ്ങനെ വരച്ച് കാണിക്കണം. ഓരോന്ന് എന്താണെന്നൊരു 2-3 സെൻറ്റൻസിൽ എഴുതണം. എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഒരു മോട്ടിവേഷണൽ തിയറി എന്നും കൂടി നമ്മളിതിന് പറയൂ കേട്ടോ. എബ്രഹാം മാസ്ലോയുടെ മോട്ടിവേഷണൽ തിയറിന്നോ അല്ലെങ്കിൽ തിയറി ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ പേര് പറയില്ല. നമ്മളോട് മോട്ടിവേഷണൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ തിയറി ഓഫ് മോട്ടിവേഷൻ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയുടെ ഈ ഹൈറാർക്കിയാണ്. ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ 3 മാർക്കിനൊക്കെ ചോദിക്കാം. ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ്: ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, സിമ്പതി ഉണ്ടായിരിക്കണം, പിന്നെ IQ ലെവൽ ഉണ്ടായിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചധികം ഗുഡ് ലീഡർക്കുള്ള ക്വാളിറ്റീസ് പഠിക്കാം. ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലുകൾ 3 തരം ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ്. അതുപോലെ 3 മാർക്കാണ് ഇത് വരിക. ഓട്ടോക്രാറ്റിക്, അതുപോലെ തന്നെ ഡൊമാക്രാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട്, ലേസിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പുകൾ പറയുന്നുണ്ട്. അത് 3 മാർക്കിന് ചോദിക്കാം. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ പാഠത്തിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്ജക്റ്റീവ്സും മറ്റേതും ഒക്കെ കാണാം. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഇതൊക്കെ പഠിച്ചാൽ മതി. പിന്നീട് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഇത് ഒരു തവണ നമുക്ക് 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം തോന്നുന്നു ഫൈനൽ എക്സാമിൽ നമ്മളോട് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് 8 മാർക്കിന് ചോദിച്ചു. അതിനുശേഷമാണ് ഈ ഒരു ടോപ്പിക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടു തുടങ്ങിയത്. അതായത് ഏറ്റവും എളുപ്പമാണ് അത് പഠിക്കാം. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സെൻഡർ, റിസീവർ, മെസ്സേജ്, പാത്ത്, അതായത് മീഡിയ, പിന്നെ ഫീഡ്ബാക്ക്, നോയ്സ്, ഒബ്സ്ട്രക്ഷൻസ് ഒക്കെയാണ് വരിക. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എല്ലാ എലമെൻറ്റ്സും വേണം. അപ്പോൾ ഒരു 8 എലമെൻറ്റ്സ് അവിടെ ഉണ്ട്. ആരൊക്കെ? മീഡിയ, ഏത് മീഡിയ വഴിയാണ് പറയുന്നത്, ആരാണ് സെൻഡ് ചെയ്യുന്നത്, എന്താണ് മെസ്സേജ്, ആരാണ് റിസീവർ, അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്, നോയ്സ് വരുമോ, ഡീകോഡിങ് ആൻഡ് എൻകോഡിങ്, അല്ലെ 7 എലമെൻറ്റ്സും ആ വരച്ച് വെക്കുന്ന ഒരു ചാർട്ടും ഉണ്ട്. ആ ചാർട്ടും കൂടി അവിടെ വരച്ച് വെച്ചാലാണ് ആ മാർക്ക് കിട്ടുക. ഓക്കെ, പിന്നീട് നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ 8 മാർക്കിനുള്ള അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ നിന്നുള്ളതാണ്. ഇൻസെൻറ്റീവ്സ് ഓഫ് എംപ്ലോയീസ്. ഇൻസെൻറ്റീവ്സ് അതായത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. വാട്ട് ആർ ദ ഇൻസെൻറ്റീവ്സ് ഓഫ് എൻ എംപ്ലോയി ഇൻ എൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീസിന് കിട്ടുന്ന ഇൻസെൻറ്റീവ്സുകൾ ഏതൊക്കെയാണ്? അത് ഫിനാൻഷ്യലി ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ പൈസയുടെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ഒരു എംപ്ലോയിക്ക് പൈസയുടെ രൂപത്തിൽ ഒരു ഓർഗനൈസേഷനിൽ കിട്ടുക ബേസിക് സാലറി, അല്ലേ? ബേസിക് സാലറി കിട്ടും. പിന്നെ അയാൾക്ക് ബോണസ് കിട്ടും, കമ്മീഷൻ കിട്ടും, പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും, പെർക്കുസൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലവൻസസ്, എന്ത് അലവൻസ്? ഹൗസിങ് അലവൻസ്, കാർ അലവൻസ്, എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ. പിന്നെ നമുക്ക് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്നാണ് അതിന് പറയുക. അങ്ങനെ നമുക്ക് പൈസയുടെ രൂപത്തിൽ കിട്ടുന്ന ഇൻസെൻറ്റീവ്സുകളാണ് ഇതൊക്കെ, അല്ലേ? കൊല്ലത്തിലോ ഇയറിലോ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 6 ഫിനാൻഷ്യൽ നിങ്ങൾക്ക് അറിയുന്ന ഇൻസെൻറ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ അതെന്താണെന്ന് എഴുതാണ് വേണ്ടത്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ? പണത്തിൻ്റെ രൂപത്തിലല്ലാതെ നമുക്ക് കുറച്ച് പ്രതിഫലങ്ങൾ കിട്ടും. അതെങ്ങനെ കിട്ടും? നിങ്ങളൊരു ജോലിയിലാണ് എങ്കിൽ പണമല്ലാതെ നമുക്ക് നല്ല സ്റ്റാറ്റസ്, നമ്മളെന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നമുക്ക് തരാം. നമ്മളെന്തെങ്കിലും ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തതെന്ന് കണ്ടാൽ അതിൻ്റെ അച്ചീവ്മെൻറ്റ് നമുക്ക് തരാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ തരാം. അപ്പോൾ ഇന്ന എംപ്ലോയിക്ക് ഇനി അടുത്ത മീറ്റിങ്ങിലും പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു അച്ചീവ്മെൻ്റ് ആണ്, അല്ലേ? അതുപോലെ ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അതോറിറ്റി നമുക്ക് തരാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മളറിയാതെ എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമുക്ക് വാല്യൂ തരുന്ന കുറച്ച് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും കൂടി പഠിക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് ഈ പാഠത്തിൽ ഇതേപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു 3 ടോപ്പിക്കുകളും കൂടിയുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ 5 മാർക്കിന് ചോദിക്കാം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ ചെയിൻ നെറ്റ്വർക്ക് വരുന്നുണ്ട്, ഇൻവേർട്ടഡ് ബി, സ്റ്റാർ, മെഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക നെറ്റ്വർക്കുകൾ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അത് വരച്ച് വെക്കും വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ചെയിൻ നെറ്റ്വർക്കായി. ദെൻ നമ്മളൊരു വീടിൻ്റെ ഷേപ്പിൽ വരയ്ക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ ആണെങ്കിൽ നമുക്കത് സർക്കുലർ ഫ്ലോ ആയി. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പാത്ത് പോകുന്നതെന്നാണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ പാത്ത് ഓൺ ഫോമൽ ലൈൻസ്. അതുപോലെ തന്നെ ഇത് ഫ്രീ ഫ്ലോ ആണ്, കാരണം ആർക്ക് എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങി ഒരു 5 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താണ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നും ആ ഒരു ഓരോന്നിനും ഓരോ പിക്ചറും ഇത് വരയ്ക്കണം. ദെൻ ഫോമൽ ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഡിഫറൻസുകൾ ചോദിക്കാം. ഫോമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലാണ്, ഇൻഫോമൽ എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആണ്. അതന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം. പിന്നീട് 8 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു ക്വസ്റ്റൻ ആണ് ഈ പാഠത്തിലെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? തടസ്സങ്ങൾ. നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? 4 തരമുണ്ട്. സെമന്റിക് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 4 തടസ്സങ്ങളുടെ ഉള്ളിലുള്ള തടസ്സങ്ങളും നമ്മൾ പഠിക്കണം. ഓക്കെ. ദെൻ അതിനുശേഷമുള്ള നമ്മൾ ചാപ്റ്റർ 6ലേക്ക് കടക്കാണ്. ചാപ്റ്റർ 6 എന്ന് പറയുമ്പോൾ സ്റ്റാഫിംഗ് ആണ്. ഇതിൽ ചെറിയ പാടാണ്, വേഗം പഠിച്ചു കഴിയും, എന്നാൽ വളരെയധികം വെയിറ്റേജ് ഉള്ള പാഠം കൂടിയാണ് സ്റ്റാഫിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 2 പ്രോസസ്സുകൾ പഠിക്കുക. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സും പഠിക്കുക, സെലക്ഷൻ്റെ പ്രോസസ്സും പഠിക്കുക. 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കും. 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ 2 പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞാൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് 8 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. 2 സോഴ്സസിലും നിങ്ങളൊരു 4-5 വെച്ചിട്ട് പഠിക്കാം. പിന്നെ സെലക്ഷൻ ടെസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഇൻ സെലക്ഷൻ, ഇൻഡിവിജ്വൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഇമോഷനൊക്കെ അറിയാം, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, അങ്ങനെ 4-5 ടെസ്റ്റ് ഉണ്ട്. അതെന്തിനാണെന്നും കൂടി പഠിക്കാം. ദെൻ നമുക്കിതുപോലെ 8 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഉണ്ട്. ഇത് രണ്ടീന്നും നിങ്ങളൊരു 4 പഠിക്കുക. 4 തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു, എന്നാലാണ് 8 മാർക്ക് ആവുള്ളൂ. ഓക്കെ. ഇനി ഈ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരെ 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ 8 മാർക്കിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ അത് 8 മാർക്കിന് മാത്രമല്ലേ മിസ് വരുള്ളൂ. അപ്പോൾ 2 എണ്ണം പഠിച്ചാൽ പോരെ. അങ്ങനെയല്ല, 8 മാർക്കിന് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാം. അപ്പോൾ നമുക്കത് 5 മാർക്കിന് ചോദിച്ചാലും കിട്ടും. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാപ്റ്റർ 5, 4, 3, 2, 1 ഫസ്റ്റത്തെ 5 പാഠങ്ങൾ ഒന്ന് ഓടിച്ച് പഠിച്ചാൽ മതി, ഈ ടോപ്പിക്കുകൾ മാത്രം. 5ാം പാഠത്തിലെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ഡിവിഷണൽ ഓർഗനൈസേഷൻ, അത് രണ്ടും പഠിക്കണം. നമുക്കൊരു 4 മാർക്കിന് വരാം. എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ചോദിക്കാറുണ്ട്. 3 എലമെന്റ്സ് ആണ്, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ പഠിക്കാം. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്താണെന്നുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എ സുപ്പീരിയർ ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ. അതായത് ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണം, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. 4ാം പാഠം എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങിന്റെ പാഠത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 3 ടോപ്പിക്കേ ഉള്ളൂ. ദറ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, ലിമിറ്റേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. സ്റ്റെപ്പ് പഠിക്കുക, ഒരു 7 സ്റ്റെപ്പ് ഉണ്ട്. നമുക്കൊരു 8 മാർക്കിനൊക്കെ ചോദിക്കാം. ലിമിറ്റേഷൻസ് നമുക്ക് 4 മാർക്കിന് ചോദിക്കാം. ദെൻ 4 മാർക്കിന് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പാഠത്തിലെ. പ്ലാനിന്റെ ടൈപ്സുകൾ, അതായത് റൂൾസ്, പ്രോഗ്രാം, ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾ തരും, ഏതൊക്കെയാണ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ 3ാം പാഠം, 2ാം പാഠം, 1ാം പാഠം അത് മിസ് ഒന്ന് ഒരുമിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ഓടിച്ച് പഠിക്കുകയേ വേണ്ടുള്ളൂ. നമ്മൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ചതാണ് അല്ലേ. ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെന്റ് 5 മാർക്കിന് ചോദിക്കാം, 3rd ചാപ്റ്റർ ആണ്. LPG എന്താണ് 2 മാർക്കിന് 3rd ചാപ്റ്റർ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ്, അത് നമുക്കൊരു 4 മാർക്കിന് നമുക്ക് 2nd ചാപ്റ്റർ ആണ് കേട്ടോ. 2nd ചാപ്റ്ററിലാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, പിക്ചർ വരയ്ക്കണം. സ്കോളാർ ചെയിൻ എന്താണ്, ഇതേപോലെ 3 മാർക്കിന് നമുക്ക് 2nd ചാപ്റ്റർ ആണ്. ഇവിടെയും പിക്ചർ നിങ്ങൾ വരയ്ക്കണം. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം, 2nd ചാപ്റ്റർ ആണ്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ 2nd ചാപ്റ്റർ ആണ്. 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ക്രിസ്മസ് എക്സാമിന് നമുക്കത് ഫൈനൽ എക്സാമിന് ചോദിക്കാം. അതേപോലെ തന്നെ ഓണപരീക്ഷയ്ക്ക് പലർക്കും അത് 8 മാർക്കിലേക്കല്ല പോയത്, 6 മാർക്കിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ചാൻസ് ഉണ്ട്, 8 മാർക്ക് കളയണ്ട. ദെൻ കോർഡിനേഷന്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് നമുക്ക് 8 മാർക്കിന് ചോദിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതേപോലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ട വേറൊരു മെയിൻ ആയിട്ടുള്ളതാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് 3 മാർക്കിന്. ഇതും നമുക്ക് ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതും നമുക്ക് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് ചിലപ്പോൾ ചോദിക്കുക, അപ്പോഴും നമുക്ക് കിട്ടണം. ടോപ്പ് ലെവൽ എന്താണെന്നും എന്താണ് അവരുടെ ഫങ്ഷൻസും നമ്മളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ഇപ്പോൾ ഇത്രയാണ് പഠിക്കുക. അപ്പോൾ ഓരോ പാഠത്തിലും നല്ല നല്ല കണ്ടന്റുകൾ നമുക്ക്
പഠിക്കാനായിട്ടുണ്ട്. എല്ലാ പാഠവും വളരെയധികം വെയിറ്റേജും ഇമ്പോർട്ടൻസും ആണ്. പഠിക്കാനും എളുപ്പമാണ്. നമ്മളെ +1 സംബന്ധിച്ച് +1 എളുപ്പമാണ് നമുക്ക് +2. അത് മിസ് പറയാം. കാരണം നമുക്ക് +1 ഒരുപാട് വായി കൊള്ളാത്ത കുറേ പേരുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ +2 നമുക്ക് എല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടന്ന കാര്യമാണ്. ഇതിൽ മോർ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് മിസ് പറഞ്ഞു നിങ്ങളോട് പഠിക്കാനായിട്ട്. ദാറ്റ് ഈസ് 6, 7 and 9. ഓക്കെ. പിന്നീട് ഇതാണ് നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 8ാം പാഠങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതാണ് നിങ്ങൾ ഫസ്റ്റ്, ഏത് കുട്ടിയായാലും ഫസ്റ്റ് ഇതാണ് പഠിക്കേണ്ടത്. പിന്നീട് നിങ്ങൾ സെക്കൻഡായിട്ട് പഠിക്കേണ്ട പാഠങ്ങളാണ് ബാക്കിയുള്ള 2nd ചാപ്റ്റർ, 1st ചാപ്റ്റർ, ദെൻ 4th ചാപ്റ്റർ. ഇനി ഇതിൽ 3rd ചാപ്റ്റർ വലിയ കാര്യമൊന്നുമില്ല. ആ 2 ടോപ്പിക് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ഇതിലത്തെ ടോപ്പിക്കുകൾ പഠിക്കുക. 8 മാർക്കിന് മാത്രമായിട്ട് നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് അങ്ങനെ നിങ്ങൾ പഠിക്കണം. നമുക്കത് ഷോർട്ടസ്റ്റ് ടൈപ്പിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണെങ്കിൽ ഫുൾ ഉറപ്പാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു 70 മാർക്കുകൾ ഉറപ്പാണ്. അപ്പോൾ എല്ലാ കുട്ടികളും പഠിക്കാത്ത കുട്ടികളുണ്ട് എങ്കിൽ ഈ ബിസിനസ് തീരെ പഠിക്കില്ല. എല്ലാവരും എക്സാമിൻ്റെ മൂട്ടിലാണ് ബിസിനസ് പഠിക്കുക. ബിസിനസ് പഠിക്കാതിരിക്കുമ്പോൾ ഓരോ പാഠത്തിൽ നിന്നും ഈ ഒരു ടോപ്പിക്കുകളൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ടൈം കളയാനില്ല. നമുക്ക് 1 വീക്ക് ഒന്നും കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ നമുക്ക് December 1st ആയി, 9th നമ്മുടെ എക്സാമൊക്കെ വരിക. അപ്പോൾ എല്ലാവരും ടൈം കളയാതെ എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്